Hi friends, so we have the present perfect continuous tense. The present perfect continuous tense, yes or no questions. സോ നമ്മൾ പല ടെൻസിൽ കൂടി കടന്നു പോകുന്നപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഒന്നിലും യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണ്? വെർബ് ഫ്രേസ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഇതിനകത്ത് ഇപ്പം 3 വാക്കുകളുണ്ട്. ഹാസ് ബീൻ ഈറ്റിംഗ്, ഹാവ് ബീൻ ഈറ്റിംഗ്. അപ്പോൾ അതൊരു ഫ്രേസാണ് ശരിക്കും പറയാം, അല്ലേ? അപ്പം അങ്ങനെ ഒരു വെർബ് ഫ്രേസ് ഉള്ളപ്പം അതിൻ്റെ ആദ്യത്തെ മെമ്പറിനെ എടുത്ത് സബ്ജക്റ്റിന് മുമ്പിട്ടാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനായി, അല്ലേ? അപ്പം അതാണ് നമ്മളിവിടെ കാണുന്നതല്ല. നമ്മൾ ഷീ ഹാസ് ബീൻ കുക്കിംഗ് ഫോർ 5 hours നമ്മൾ പറയും. അപ്പം ഹാസ് ബീൻ കുക്കിംഗ് എന്നുള്ളതാണ് വെർബ്. അതിൻ്റെ ആദ്യത്തെ മെമ്പർ ആരാണ്? ഹാസ്. സബ്ജക്റ്റ് ഷീ. അപ്പം ഹാസ് ഷീ മുമ്പ് എഴുതുക. അപ്പം ഹാസ് ഷീ ബീൻ കുക്കിംഗ് ഫോർ 5 hours. അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുക. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ. ദ സ്പീക്കർ ഹാസ് ബീൻ സ്പീക്കിംഗ് ഫോർ സിൻസ് മോർണിംഗ്. അപ്പം നമ്മൾ മുമ്പേ ഇതുപോലെ ഹാസ് ദ സ്പീക്കർ ബീൻ സ്പീക്കിംഗ് സിൻസ് മോർണിംഗ് ക്വസ്റ്റ്യൻ മാർക്ക്. then it becomes a question. മനസ്സിലായോ? മൂന്നാമത്തെ സെൻറ്റൻസ് സെയിം. ഞാൻ 2-3 സെൻറ്റൻസ് കൂടുതൽ ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ദ ബോയ്സ് ഹാവ് ബീൻ മേക്കിംഗ് പ്രിപ്പറേഷൻസ് ഫോർ ഓണം. അപ്പം ഹാവ് ദ ബോയ്സ് ബീൻ മേക്കിംഗ് പ്രിപ്പറേഷൻസ് ഫോർ ഓണം ക്വസ്റ്റ്യൻ മാർക്ക്. നാലാമത്തെ നോക്കി. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. അപ്പം ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. സെയിം തിങ് ആയതുകൊണ്ട് ഒത്തിരി പറയും നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് 5 സെൻറ്റൻസുകൾ നിർത്തുന്നത്. അത് എത്ര സെൻറ്റൻസ് വേണമെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. ദ പീപ്പിൾ ഹാവ് ബീൻ സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ്. അത് എന്തിനാണ് അവർ ബ്രിഡ്ജിൽ നിൽക്കുന്നത് എനിക്കറിയത്തില്ല. അവരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം ഹാവ് ബീൻ സ്റ്റാൻഡിങ് ആണ്. അപ്പം ഹാവ് ദ പീപ്പിൾ ബീൻ സ്റ്റാൻഡിങ് ഓൺ ദ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. സോ സിമ്പിൾ ഇറ്റ് ഈസ്. നമ്മൾ കണ്ടു ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ തുടങ്ങിയത്. രണ്ടാമത്തെ ടെൻസ് നമ്മൾ പഠിച്ചതാണ് ദ സിമ്പിൾ പ്രസൻറ്റ്. മൂന്നാമത്തെ ടെൻസ് നമ്മൾ പഠിച്ചത് ദ പ്രസൻറ്റ് പെർഫെക്റ്റ്. നാലാമത്തെ പ്രസൻറ്റ് ടെൻസ് ആണ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് 4ഉമാണ് പ്രസൻറ്റ് ടെൻസ്. അതായത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വകഭേദങ്ങളാണ് ഇതൊക്കെ. പ്രസൻറ്റിൻ്റെ വകഭേദങ്ങൾ എന്ന് വേണേൽ പറയാം. അതെ, ഒരെണ്ണം നമുക്ക് പിന്നെ അതേപ്പറ്റി ഒരു സമ്മറി ഞാൻ പറയുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ അതിനെപ്പറ്റി പറയാം. തൽക്കാലം ഇത് മനസ്സിലാക്കുക എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അതായത് ഒരു സെൻറ്റൻസ് തന്നാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. വെർബ് ഫ്രേസിൻ്റെ ആദ്യത്തെ വാക്ക് എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി കഴിയും. ഓക്കെ, ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? എന്ത് സംശയമില്ല. ബൈ.